ഹായ് ഓൾ, നമ്മളുടെ ബ്രേക്ക് ഡൗൺസിലേക്കെല്ലായിരിക്കും സ്വാഗതം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് എനിക്കിന്ന് കവർ ചെയ്യാനുള്ളത്. കാരണം ലാസ്റ്റ് രണ്ടാഴ്ച നമുക്ക് നല്ലൊരാഴ്ചയായിരുന്നു അല്ലെ, നല്ല രീതിയിൽ നമ്മളുടെ പ്ലാൻസിലേക്ക് നല്ല രീതിയിലുള്ള കൺഫർമേഷൻസും എക്സിക്യൂഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും നമ്മൾ കൺഫർമേഷൻ എടുത്തിട്ടുള്ളതും കറൻ്റ്ലി ബയാ സബ്സൈഡ് കണ്ടീഷനാണ്. പക്ഷേ അത് ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായിട്ടുള്ള സിനാരിയോ. ഇപ്പോൾ ഇവിടെ നമുക്ക് എടുത്തിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 16 മാർക്കറ്റ് ഈ ഒരു ലെവൽ. നമുക്ക് ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അപ്സൈഡും, സെക്കൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അപ്സൈഡും. സോ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു അപ്സൈഡ് എക്സിക്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടീഷനിൽ. എഗെയിൻ ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രോപ്പർലി നമുക്കിവിടെ കൺഫർമേഷൻസ് ഒക്കെ കിട്ടിയത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മളിവിടെ കയറിയിട്ടുള്ളത്. പക്ഷേ നോർമലി നമ്മളെ കൺഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ ടെലിഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക് ഡൗൺസ് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ ഒരു വീക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ വീക്സിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, എല്ലാ ട്രേഡ്സിലും നമ്മളുടെ സിസ്റ്റം നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാവണമെന്ന്, എല്ലാ വീക്സും പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ട്രേഡ്സിൻ്റെ ലിമിറ്റ് കുറക്കുക, അവിടെ നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാം, റിസ്ക് എപ്പോഴും കൺട്രോൾഡ് ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത കൺഫർമേഷനും എൻട്രീസും എങ്ങനെയാണ് നല്ലൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അതിന് ശേഷം. പക്ഷെ നമ്മളുടെ ഒരു റിസ്ക് റിവാർഡ് അവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് അപ്സൈഡാണ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂഷൻ പ്ലാൻ. സോ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ എന്താണ്, LTF കൺഫർമേഷൻ തന്നോ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ഇവിടെ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് പോവാം. സോ അപ്സൈഡ് ഡയറക്ഷനാണ് നമ്മൾ കറൻ്റ്ലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പ്രോപ്പർലി നമുക്ക് എന്താണ്, ഒരു ഡേ ഓപ്പണിംഗ് തന്നെ അപ്സൈഡ് ആയിരുന്നു. കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ലെവലിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്. സോ ഇതൊരു പ്രോപ്പർ കൺഫർമേഷൻ എൻട്രി തന്നെയായിരുന്നു. കാരണം ഇത് എവിടെയാണ്, പ്രോപ്പർ ഡിമാൻഡ് സോണിലാണ്. കണ്ടോ, 15 മിനിറ്റിലെ പ്രോപ്പർ ഡിമാൻഡിലാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ഇവിടെ ഇമ്പൾസീവ് ആണ്, ഇവിടെ കറക്റ്റീവ് ആണ്, ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. അതിന് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് കറൻ്റ്ലി ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർലി ആ ഒരു ട്രേഡ് ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 23,700 ടു 23,888 വരെയാണ് നമുക്ക് ടാർഗറ്റ്. ഏകദേശം റിസ്ക് റിവാർഡ് കൂടുതലായിരുന്നു. നമ്മൾ 1:2 ആണ് പ്ലാൻ ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർലി മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ഫൈൻ. ഈ ഒരു ദിവസത്തിൽ നമുക്ക് പ്രോപ്പർ ആഫ്റ്റർ കൺഫർമേഷനിൽ എൻട്രി ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ 7th നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്തെങ്കിലും അവിടെ പ്രോപ്പർലി നമുക്ക് എന്ത് കിട്ടിയില്ല, എൻട്രി കിട്ടിയില്ല. പക്ഷേ കറൻ്റ്ലി ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺഫർമേഷൻ തന്നിട്ട് കറക്റ്റീവ് മൂവ്മെൻറ്റ് കൂടെ, ഇതൊരു നല്ലൊരു കൺഫർമേഷൻ കണ്ടീഷൻ ആയിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 8th നമ്മൾ ഓപ്പൺ ചെയ്ത സിറ്റുവേഷനിൽ തന്നെ നമ്മൾ പ്രോപ്പർലി ഇവിടെ എന്ത് ചെയ്തു, പ്രോപ്പർലി സെയിം ട്രേഡ് തന്നെ മേജർ ഡിമാൻഡ് ലെവലിലേക്ക് 2 മിനിറ്റ് കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ട്രെൻഡ് റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്ത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, കറക്റ്റീവ് ആയിട്ടുള്ള ഡൗൺ സൈഡ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി. പക്ഷേ ആ ഒരു ദിവസത്തിൽ നോക്കുമ്പോൾ ഇമ്പൾസീവ് ആയിട്ടുള്ള സെല്ല് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോപ്പർലി കൺഫർമേഷനാണ് സെയിം, നമ്മൾ എടുക്കുന്ന സെയിം എൻട്രി മോഡൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രോപ്പർ റിയാക്ഷൻ മാർക്കറ്റ് ഇവിടുന്ന് 1:1.4 1.5 നമുക്ക് റിസ്ക് റിവാർഡ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ മെയിൻലി 1:2.5 ടാർഗറ്റ് ബുക്കിംഗ് നമ്മൾ പറയാറുള്ളൂ. സോ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു. അപ്പോഴും നമ്മളുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് സിമെട്രിക്കൽ പാറ്റേൺ ആണ്. സോ മേ ബി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തതിന് ശേഷം ഈ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന ലെവലിലേക്ക് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നു. സ്റ്റിൽ ആ ഒരു ദിവസത്തിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസിൻ്റെ റീസൺ അതൊക്കെ നമ്മൾ പ്രോപ്പർലി അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എഗെയിൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ടു ഡൗൺ സൈഡ്. സോ ഡൗൺ സൈഡ് സെച്ചാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ എൻട്രി ഇല്ലാത്ത എന്താണ്. സോ ഗൈസ്, എനിക്ക് പറയാനുള്ള കാര്യം, ഞാനിവിടെ എൻട്രി അല്ലെങ്കിൽ ഒരു കോൾ പ്രൊവൈഡ് ചെയ്യാനല്ല, പ്രോപ്പർലി നമുക്കൊരു സിസ്റ്റം വേണം. ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇത് മുമ്പോട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേണി സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓവറോൾ മന്ത് എൻഡിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ PNL സീരീസ് ചെയ്ത സമയത്താണെങ്കിലും ജസ്റ്റ് 4 ആഴ്ച നോക്കുന്ന സമയത്ത് 1 വീക്സ് അല്ലെങ്കിൽ 2 വീക്സ് ചിലപ്പോൾ നമുക്ക് എന്താണ്
ട്രേഡ്സിൻ്റെ കൗണ്ട് കുറയുന്നുണ്ടാവും, അതിൻ്റെ ഒപ്പം നമുക്ക് ലോസസ് ഉണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ മന്തിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഇതാണ് നമ്മൾ ഇവിടെ മെയിൻലി പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ എല്ലാ ദിവസവും വന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സിലായോ? അത് 100% മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ഏതൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പോലും പറയാൻ പറ്റാത്തൊരു കാര്യം. സോ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം ഇടയിലേക്ക് വരാനായിട്ട്. എഗെയിൻ 9th നമുക്കൊരു പ്രോപ്പർ പ്ലാൻ, ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ. ഇതൊക്കെ റിസ്ക് എൻട്രി ആണ് പ്രോപ്പർലി. സ്റ്റിൽ വെയിറ്റിംഗ് ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായ പ്ലാൻ. ഇത് നിങ്ങൾക്ക് നോക്കി അറിയാം പ്രോപ്പറായിട്ട്. 15 മിനിറ്റ് ആണ്, നല്ലൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ. അപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പർലി ഒരു സ്ട്രക്ചർ ഡൗൺ സൈഡാണ് കണ്ടോ, പ്രോപ്പർ ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ മൂവ്മെൻ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. സോ എഗെയിൻ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ ആ ഒരു റേഞ്ചിലേക്ക് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പ്രോപ്പർലി ഒരു കൺഫർമേഷൻ നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ 10th നമ്മൾ പ്രോപ്പർലി ഈ ഒരു പ്ലാൻ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മൾ ഓരോ ടൈം ഫ്രെയിം നോക്കി. സോ ഇവിടെ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു എൻട്രി, വളരെ റിസ്ക്കി ആയിട്ടുള്ള എൻട്രി നമ്മളിവിടെ എടുക്കാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം ലെവലിൽ നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇവിടെ ഇതിൻ്റെ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ വളരെ റിസ്ക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ ഒരു സിറ്റുവേഷനിലാണ് എൻട്രി കണ്ടോ. അപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മേ ബി റീടെസ്റ്റ് ചെയ്യാം ഈ ഇക്വിലിബ്രിയത്തിലേക്ക്, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലാവും? പക്ഷേ ട്രെൻഡ് റിവേഴ്സൽ നോക്കാനാണെങ്കിൽ നമുക്ക് അവിടെ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുക്കാമല്ലോ. വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇതുണ്ടോ, ലോ ടൈം ഫ്രെയിം ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. മനസ്സിലായോ? സോ അവിടെ ഇതാണ് ഹൈ വരിക 15 മിനിറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെ വളരെ റിസ്ക് ആയിട്ട് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൈ ടൈം ഫ്രെയിമിൻ്റെ പ്ലാൻ അല്ല, പ്രോപ്പർലി വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എൻട്രി ആണ് കണ്ടോ, റിസ്ക് എൻട്രി. ട്രേഡ് ലോജിക് എന്ന് പറഞ്ഞാൽ LTFൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡ് മാത്രം കണ്ടോ. LTF ബ്രേക്ക് ഔട്ട്, ഇക്വിലിബ്രിയം സോൺ, കണ്ടിന്യൂഷൻ. സോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് നോക്കി അറിയാം. പ്രോപ്പർലി ഈ ടോട്ടൽ പുഷിൻ്റെ ഇക്വിലിബ്രിയത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മേ ബി അതിനുശേഷം മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് തന്നെ ഹിറ്റ് നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലോജിക്ക് മനസ്സിലാക്കുക. റിസ്ക് എൻട്രീസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ കാരണം എന്താണ്, നിങ്ങൾ ആലോചിക്കുക, ഇത് ബ്രേക്ക് ചെയ്ത സിറ്റുവേഷനിൽ മാർക്കറ്റ് എന്താണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ലോ ഹൈ മാർക്കറ്റിന് ക്രിയേറ്റ് ആവും. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇക്വിലിബ്രിയം ആണ്. സോ ഇത് വളരെ അഗ്രസീവായിട്ട് ഈ ഒരു ഡേ ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ അഗ്രസീവ് മൂവ്മെൻ്റ് ആയിരുന്നു ഡൗൺ സൈഡ്. മേ ബി അത് കണ്ടിന്യൂ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ടൈം ഫ്രെയിമിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ട്രേഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അതിൻ്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് ആ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തു. അല്ലാതെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രോപ്പർലി എന്താണ് ലിക്വിഡിറ്റി, 10 ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. സോ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഈ ഒരു സപ്ലൈ മേ ബി കണ്ടിന്യൂ ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? പക്ഷെ മാർക്കറ്റ് ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് തന്നെ അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി, ഈ ഒരു ഇമ്പൾസീവായിട്ട് 15 മിനിറ്റിൻ്റെ മൂവ്മെൻറ്റിന് ശേഷം ഇൻസൈഡാണ് കംപ്ലീറ്റ്ലി മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നില്ല. സോ നമ്മളിത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി മാർക്കറ്റ് ഇവിടെ ഒരു ട്രെൻഡ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. മേ ബി എന്ത് ചെയ്യാം, ഈ പറയുന്ന കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കേസ്. സോ വേറെ ഒന്നും തന്നെയല്ല. അപ്പോൾ നമ്മൾ പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആലോചിക്കുക, പ്രോപ്പർലി ഹൈ ടൈം ഫ്രെയിം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ 2 പ്ലാൻസാണ് നമുക്കുള്ളത്. സോ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, പ്രോപ്പർലി മാർക്കറ്റ് LTFൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എൻട്രി. മനസ്സിലായോ? സോ അത് ഞാൻ പ്രോപ്പറായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പ്രോപ്പറായിട്ട് ഈ സ്റ്റോപ്പ് ലോസ് അതിന് മുമ്പ് തന്നെ നമ്മളിവിടെ റിസ്ക് എൻട്രി ആണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് കണ്ടോ, സ്റ്റോപ്പ് ലോസായി പാനിക് ആവേണ്ട ആവശ്യമില്ല, പാർട്ടാണ് ഈ പറയുന്ന കണ്ടീഷനിൽ. അപ്പോൾ നമുക്ക് വീക്കിലി 2 ട്രേഡ്സ് ആണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കാം. പിന്നെ നമ്മളുടെ പ്ലാൻസ് പ്രോപ്പർലി വന്നിട്ടുണ്ടോ? ഇല്ല. പ്രോപ്പർലി നമ്മൾ പ്ലാനിൽ ഒരൊറ്റ എക്സിക്യൂഷൻ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ നോക്കുക, ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എവിടെയാണ് പ്രോപ്പർ എക്സിക്യൂഷൻ എടുത്തിട്ടുള്ളത്, എവിടെയാണ്? 8th നമുക്ക് പ്രോപ്പറായിട്ട് കൺഫർമേഷൻസ് ഓൺലൈൻ എക്സിക്യൂഷൻ കിട്ടിയത്. പക്ഷേ അവിടെ പ്രോപ്പർലി നമുക്കൊരു ഇമ്പൾസീവ്നെസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ല. മനസ്സിലായോ? ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിയില്ല. വളരെ ഇൻറ്റേർണലി ഉള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രെങ്ത് എടുത്ത് കണ്ടിന്യൂ ചെയ്തുള്ളൂ. മനസ്സിലായോ? സോ ഓക്കെ ഫൈൻ. അപ്പോൾ എല്ലാ വീക്കിലും നിങ്ങൾ ഇതേപോലെ ഇതേപോലെ കാര്യങ്ങൾ നിങ്ങൾ റിവ്യൂ ചെയ്യാം. ഓക്കെ, റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ എല്ലാ ദിവസവും മാർക്കറ്റിൽ വന്നിട്ട് ഒരു സ്ഥലം നോക്കി ഇന്ന കണ്ടീഷനിൽ ട്രേഡ് എടുക്കുക എന്നിട്ട് അതിനെ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യരുത്. നമ്മൾ പ്രോപ്പർ സിസ്റ്റത്തിൽ എത്ര ട്രേഡ്സ് എടുത്തു, അതിലെത്ര സ്റ്റോപ്പ് ലോസ് കിട്ടി, അല്ലേ? മെയിൻലി നമുക്കിവിടെ 2 സ്റ്റോപ്പ് ലോസ് കിട്ടി, 2 എൻട്രീസ് കിട്ടിയിട്ടുള്ളൂ, അല്ലേ?
അപ്പോൾ ഇതാണ് കറൻ്റ്ലി നടന്നത്. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലാസ്റ്റ് വീക്സ് ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രീവിയസ് 2 വീക്സ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മളുടെ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. നല്ലൊരു റിട്ടേൺ നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. മന്ത് എൻഡിൽ എന്തായാലും നമുക്കൊരു പ്രോഫിറ്റ് മാർക്കറ്റിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഈ രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കൊണ്ടുവരാം. വെറുതെ ഓവർ ട്രേഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ മാത്രം നമുക്ക് നെക്സ്റ്റ് എൻട്രി നോക്കാം എന്നുള്ള കാര്യം. അതേപോലെ നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കറൻ്റ് ഇങ്ങനൊരു വീക്കെൻഡിൽ വന്ന സമയത്ത്. പക്ഷേ അത് എല്ലാം മാറ്റി വെക്കുക. നിങ്ങൾ മന്ത് എൻഡിലേക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് നോക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ICICയുടെ സിറ്റുവേഷൻ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ICICI അതേപോലെ HDFC. ഇനി നമുക്ക് വേണ്ടത് മൾട്ടിപ്പിൾ കൺഫർമേഷൻസാണ്. കാരണം മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഒരു മേജർ ഡിമാൻഡാണ് വീക്ക്ലി ആൻഡ് ഡെയിലി. അപ്പോൾ നമുക്ക് അവിടെ മെയിൻലി വേണ്ടത് ഇനി സ്റ്റോക്സിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റാം. മനസ്സിലായോ? കാരണം മേ ബി ബൈയിങ് മാർക്കറ്റിൽ എപ്പോൾ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം അത്രയും ഡിസ്കൗണ്ട് ലെവലിലാണ് പ്രൈസ് നിൽക്കണേ. 10% ഒക്കെയാണ് കറൻ്റ്ലി ഡ്രോപ്പ് ആയിട്ടുള്ളത്. അത് നോർമൽ കറക്ഷനാണ്. അപ്പോൾ 50 സിമ്പിളായിട്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം. കണ്ടോ, ICICI വീക്ക്ലി ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് എന്താണ് പ്രോപ്പർ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. കറൻ്റ്ലി ഇതൊരു കറക്റ്റീവായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മേ ബി ഇവിടെ നിന്ന് ഇവൻ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായി? ഡിമാൻഡ് ഇന്ന് ടാപ്പ് ചെയ്തു, ആ ഡേ ഡിമാൻഡ് ടാപ്പ് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ റിഫൈൻ ചെയ്തിട്ടുള്ള 50 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 50 മിനിറ്റിൽ എന്താണ് കാണാൻ പറ്റണേ? പ്രോപ്പറായിട്ട് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പുഷ് ചെയ്തായിട്ട് കാണാം. സോ ഇവൻ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ICICI എന്ന് പറയുന്ന സ്റ്റോക്ക് ഈ പറയുന്ന നമ്മളെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു 50% ഓണിലേക്കെങ്കിലും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൺഫർമേഷന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു 3 to 4% മൂവ്മെൻറ്റം മേ ബി നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാം ICICI കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. മനസ്സിലാവും? സോ ഇത് സിമിലർ ആയിട്ട് സെയിം തന്നെ റിലയൻസ്, HDFC, ആക്സസ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് വന്നാൽ മതി. നിങ്ങൾക്ക് വെയിറ്റേജ് സ്റ്റോക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണ്. നിഫ്റ്റി നമുക്ക് നിഫ്റ്റി നോക്കാം. കണ്ടോ, ഇപ്പോൾ റിലയൻസ്, TCS, അതേപോലെ HDFC ഇവരെല്ലാവരും എന്ത് സിറ്റുവേഷനാണെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം നമ്മൾ ഇതിന് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ടിട്ട്. മനസ്സിലായോ? പക്ഷെ അതെല്ലാവരും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ബ്രേക്ക് ഡൗൺസ് ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. മെയിൻലി ഒരാളും തുറന്നു കാണിക്കാത്തൊരു കാര്യമാണ് അവരുടെ ലോസ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ ലെസൺസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ലോസസിൽ നിന്ന്. അവിടെ എന്ത് പ്രോബ്ലമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. മനസ്സിലായോ? ഇവിടെ കറൻ്റ്ലി പ്രോബ്ലംസ് അല്ല, ഇവിടെ പ്രോപ്പർലി നമ്മൾ എടുത്തിട്ടുള്ള കൺഫർമേഷൻസ് പ്രോപ്പർ ആയിരുന്നു. പക്ഷേ ഡയറക്ഷൻ അഗ്രസീവ്സ് എല്ലാം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് പോസിബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഇത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ വേറെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഒരു കൺഫർമേഷനും ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ട്രേഡ്സ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യം ഇതാണ്. സോ നെക്സ്റ്റ് നമുക്കൊരു വീക്ക്ലി അനാലിസിസ് ആയിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളെ വീക്ക്ലി അനാലിസിസ് വീഡിയോ എന്തായാലും ഉണ്ടാവും. നമുക്ക് 2 പാർട്ടായിട്ടാണ്. അത്യാവശ്യം ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺസ് സെപ്പറേറ്റ്, അനാലിസിസ് സെപ്പറേറ്റ് ആവും. ബ്രേക്ക് ഡൗൺസിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ അനാലിസിസ് വീഡിയോ വരുന്ന സമയത്ത് അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് പോകാം. സോ അതുകൊണ്ട് 2 വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ എല്ലാ വീക്സിലും അപ്ഡേറ്റ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മൈ സൈനിങ് ഓഫ്.